ഹേ ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലോട് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളൊരു റോയൽ എൻഫീൽഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നൊരു വീഡിയോ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ ഈ വണ്ടി എന്ന് പറയുന്നത് റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് 350 BS4 മോഡലാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ പല ട്രിപ്സിലും ഞാൻ ഈ വണ്ടി തന്നെയാണ് എടുക്കാറ് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ BS4 എഞ്ചിനിൽ മെയിനായിട്ട് എല്ലാവരും ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു നിങ്ങളുമായിട്ട്. അപ്പോൾ ഇതേ ഇഷ്യൂസ് തന്നെയാണ് BS6 മോഡൽസിലും ചില വണ്ടികളിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ലോങ് ട്രിപ്സ് പോകുമ്പോഴൊക്കെ ആയിരിക്കും ഈ ഇഷ്യൂ മെയിനായിട്ട് വരുന്നുണ്ടാവുക. അപ്പോൾ അതിന് ഞാൻ എന്തൊക്കെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ് എടുത്തതെന്നുള്ളതായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ ലോങ് ട്രിപ്പൊക്കെ അടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ തന്നെ വരും കേട്ടോ. അത് തീർച്ചയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ പുതുതായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആ ബെല്ലേക്കും കൂടെ പ്രസ് ചെയ്യാം കേട്ടോ. എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന എല്ലാ ട്രാവലിംഗ് വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ എനിക്ക് പറയാനുള്ള ഇതിലത്തെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് മിസ്സിംഗ് ഇഷ്യൂ എന്ന് പറയും, അല്ലെങ്കിൽ മിസ്സിംഗ് പ്രോബ്ലം എന്ന് പറയും. ആ ഒരു ഇഷ്യൂ ആണ് എനിക്കിതിൽ മെയിനായിട്ട് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു 4ാമത്തെ മാസം തന്നെ ഞാനൊരു ലോങ് ട്രിപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ കോയമ്പത്തൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഊട്ടി പോയി, ഊട്ടിയിൽ നിന്ന് മൈസൂരിൽ നിന്ന് നേരെ വയനാട് പോയിട്ട് നേരെ പാലക്കാടോട്ട് തിരിച്ചു വരുന്ന ഒരു ട്രിപ്പായിരുന്നു. അപ്പോൾ ആ ഒരു ട്രിപ്പിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പറയുന്ന മിസ്സിംഗ് പ്രോബ്ലം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ മിസ്സിംഗ് പ്രോബ്ലം എന്ന് പറയുമ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സാധാരണ പോലെ വണ്ടി എടുത്തിട്ട് നമ്മളിപ്പോൾ പെട്രോൾ പമ്പ് പോയിട്ട് പെട്രോൾ അടിച്ചിട്ടായിരിക്കും വണ്ടി എടുക്കുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ നല്ല റോഡ് കിട്ടിയാൽ നമ്മളിങ്ങനെ മുറുക്കി വിടുമല്ലോ. ആ ഒരു സമയത്ത് നമുക്കിപ്പോൾ പെട്രോൾ അടിച്ച് അധികം സമയമൊന്നും ആയിട്ടുണ്ടാവില്ല, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അതിനുള്ളിൽ തന്നെ ഈ റിസർവ് ആവുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതേമാതിരി വണ്ടി റിസർവിലേക്ക് പോകുന്ന മാതിരി ആ ഒരു വലിവ് വരാൻ തുടങ്ങും, ഒരു മിസ്സിങ് വരാൻ തുടങ്ങും. ഇങ്ങനെ മിസ്സിങ് വന്നിട്ട് വണ്ടി തനിയെ നിൽക്കുകയായിരിക്കും. പിന്നെ നമ്മൾ എത്ര അടിച്ചാലും വണ്ടി മെയിനിൽ സ്റ്റാർട്ടാവില്ല. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ ചോക്കൊക്കെ ഇട്ടടിച്ച് വീണ്ടും നമ്മൾ റിസർവിലിട്ടിട്ട് വീണ്ടും അടിച്ചാലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ, മെയിനിൽ സ്റ്റാർട്ടാവില്ല. അപ്പോൾ അങ്ങനെ റിസർവിൽ വേണം നമ്മൾ കുറേ ദൂരം പോകാനായിട്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. കാരണം നമ്മളിപ്പോൾ ഏകദേശം ഈ വണ്ടിക്ക് തന്നെ 1.5 ലക്ഷം രൂപയൊക്കെയാണ് കൊടുത്തിട്ടാണ് ഇങ്ങനത്തെ വണ്ടി വാങ്ങുന്നത്. എന്നിട്ട് ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ റോയൽ എൻഫീൽഡിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എന്താ പറയുക, നമ്മളെ പറ്റിക്കുന്ന പോലെ ഒരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂ ഞാൻ ഇത് ഫസ്റ്റായി ഫേസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്തു. അവർക്കും ആ ഒരു ടൈമിൽ എടുത്ത കുറേ പേർക്ക് ഇതേപോലത്തെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എൻ്റെ സ്റ്റാൻഡേർഡ് ആണെങ്കിലും ഞാൻ കുറച്ച് ക്ലാസിക് അതുപോലെ തന്നെ ആ ഒരു സിഗ്നൽ എന്നൊക്കെ പറഞ്ഞൊരു മോഡൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞതും അവർക്കും സെയിം ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ കൊണ്ടുപോയത് ഇവിടെ പാലക്കാടുള്ള ഷോറൂമിൽ കൊണ്ട് കാണിച്ചു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാരണം എന്ന് പറഞ്ഞാൽ അവർ സയൻറ്റിഫിക്കലായിട്ടാണ് ഇതിന് കാരണം പറഞ്ഞത്. അവർ പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ BS4 എഞ്ചിനുകളിൽ പുതിയൊരു, അതായത് ഇത് ഭയങ്കര ഫ്യൂൽ എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ഇവോപ്പറേറ്റ് ആയി പോകുന്ന പെട്രോൾ ഉണ്ടല്ലോ, അതിനെ അവർ ഒരു ട്യൂബിലൂടെ എന്താ പറയുക സ്റ്റോർ ചെയ്യുമെന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി എന്ന് വയ്ക്കുക. ഇതിൻ്റെ പെട്രോൾ ടാങ്ക് നിങ്ങളുടെ കയ്യിൽ ഇതേ വണ്ടിയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ ടാങ്ക് ഒന്ന് തുറന്ന് നോക്കുക. അതിനുള്ളിലായിട്ട് ചിലപ്പോൾ റൈറ്റ് സൈഡോ മറ്റേ ആയിട്ട് നിങ്ങൾക്കൊരു ചെറിയൊരു ഗ്യാപ്പ് പോലെ കാണാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഗ്യാപ്പിനുള്ളിലൂടെ ഈ ഇവോപ്പറേറ്റായി പോകുന്ന പെട്രോൾ അതിനുള്ളിലൂടെ സഞ്ചരിക്കും എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇതിനുള്ളിലായിട്ട് ഒരു ചാർക്കോൾ കാനിസ്റ്റർ ഉണ്ട്, ഏകദേശം താഴെയായിട്ടുണ്ടാവും. ആ ചാർക്കോൾ കാനിസ്റ്ററിൽ പോയിട്ട് ഇത് സ്റ്റോർ ആവുമെന്നാണ് പറയുന്നത്. അതിനുശേഷം ഇതിന് ആവശ്യമുള്ള സമയത്തൊക്കെ ഇത് ആ ഒരു ചാർക്കോൾ കാനിസ്റ്ററിന്റെ സഹായത്തോടുകൂടി ഈ ഒരു ഗ്യാസ് ആയിട്ടുണ്ടായിരുന്ന പെട്രോളിനെ അത് ലിക്വിഡ് ആക്കി വീണ്ടും കാർബറേറ്ററിലോട്ട് എത്തിക്കുമെന്നാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെയാണ് എൻ്റെ അടുത്ത് അവിടുത്തെ സർവീസിലെ ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ചില സമയം ഇതിൻ്റെ ഇടയിൽ, അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ട്യൂബിലൂടെ സഞ്ചരിക്കുമെന്ന്, അപ്പോൾ ആ ടൈമിൽ ആ ട്യൂബിൻ്റെ അവിടെ എന്തെങ്കിലും ബ്ലോക്ക് വരികയാണെങ്കിലാണ് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ മിസ്സിങ് വരിക എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ടൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് ഭയങ്കര മോശം തന്നെയാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ എനിക്കൊരു ടിപ്പ് കൂടെ പറഞ്ഞു തന്നു. നിങ്ങൾ എന്തായാലും പെട്രോൾ അടിക്കുന്ന സമയത്ത് ഒരിക്കലും ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കരുത്, ഏകദേശം 1/2 ടാങ്ക് അല്ലെങ്കിൽ ഒരു 3/4 ടാങ്കിൻ്റെ അടുത്തൊക്കെ അടിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അല്ലെങ്കിലും ഫുൾ ടാങ്ക് ഒന്നും അടിക്കാറില്ല. അപ്പോൾ ഞാനത് അവരോട് പറഞ്ഞു, ഫുൾ ടാങ്ക് എന്തായാലും നമ്മൾ അടിക്കാറില്ല, ഏകദേശം 1/2 ടാങ്കൊക്കെ അടിക്കാറുള്ളൂ. അപ്പോൾ അവർ പറഞ്ഞു അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് ഞാൻ അതേപോലെ തന്നെ ശ്രദ്ധിച്ചു. എന്നിട്ട് ഏകദേശം കുറച്ച് കാലത്തിന് ശേഷം, കുറച്ച് കാലം എന്ന് പറയാൻ പറ്റില്ല, ഒരു 2-3 മാസത്തിന് ശേഷം വീണ്ടും എനിക്ക് ഇതേമാതിരി ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ടൈമിൽ ഞാൻ വീണ്ടും കൊണ്ട് കാണിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്രോൾ അടിക്കുമ്പോൾ ഏകദേശം ഒരേ പെട്രോൾ പമ്പ് തന്നെ പെട്രോൾ അടിക്കാൻ ശ്രദ്ധിക്കുക, മാറ്റി പെട്രോൾ അടിക്കാതെ ഒരേ പെട്രോൾ പമ്പിൽ നിന്ന് അടിക്കാൻ നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതും ഞാൻ അതേമാതിരി തന്നെ ചെയ്തു നോക്കി. കാരണം ഞാൻ സാധാരണ അടിച്ചിട്ടുണ്ടായിരുന്നത് പാലക്കാട് നിന്ന് പോകുമ്പോഴായിരുന്നു, പാലക്കാട് നിന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും പിന്നെ ചില ദിവസങ്ങളിൽ കോയമ്പത്തൂരിൽ നിന്ന് അടിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അത് മാറ്റിയിട്ട് കോയമ്പത്തൂരിൽ നിന്ന് മാത്രം അവിടുത്തെ ഒരു റിലയൻസിൻ്റെ
നല്ലൊരു പമ്പുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് മാത്രം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തന്നെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീണ്ടും ഇവിടെ കൊണ്ട് കാണിച്ചപ്പോൾ അവർക്ക് പിന്നെ പറയാൻ ഇതില്ല, അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കും അറിയില്ല എന്ന് പറഞ്ഞു. കാരണം എല്ലാവർക്കും ഈ ഒരു ഇഷ്യൂ വരുന്നുണ്ട്, എന്താണ് ഇതിൻ്റെ പ്രോപ്പർ സൊല്യൂഷൻ എന്ന് അവർക്കും ഒന്നും അറിയില്ല എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു എന്നുണ്ടെങ്കിൽ കുറേ നെറ്റിൽ കുറേ സെർച്ച് ചെയ്യാൻ തുടങ്ങി കേട്ടോ. കുറേ വ്ളോഗ്സ് ഒക്കെ കണ്ടു നോക്കി. അപ്പോൾ അതിൽ കുറേ പേര് പറയുന്നുണ്ട്, പക്ഷേ പലരും പല ഒപ്പീനിയൻസ് ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്ത് നോക്കി. അതുപോലെ തന്നെ കുറേ എഴുത്ത് കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കി, ബൈക്സിനെ കുറിച്ച് അല്ലെങ്കിൽ ബുള്ളറ്റിനെ കുറിച്ചുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പിന്നെ പ്രാവർത്തികമാക്കാൻ നോക്കി. അതിലൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ഒരു ത്രോട്ടിൽ കൊടുക്കുമല്ലോ, നമ്മുടെ ബുള്ളറ്റിൻ്റെ ത്രോട്ടിൽ കൊടുക്കണതിൽ വലിയൊരു ഫാക്ടർ തന്നെയാണ് കേട്ടോ ഈ ത്രോട്ടിൽ കൊടുക്കുക എന്ന് പറയുന്നത്. അതായത് പൊതുവേ ഞാനൊക്കെ അങ്ങനെ ആയിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല റോഡ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു 4th 5th ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ കൊടുക്കലാണ്. നല്ല റോഡ് കിട്ടിയാൽ ഞാൻ ആ ഒറ്റ ത്രോട്ടിൽ ഇങ്ങനെ കൊടുത്തിട്ട് അതങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചിട്ട് കുറേ ദൂരം പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവം ഞാൻ പലയിലും വായിച്ചു, അങ്ങനെ കൊടുക്കരുത്. പൊതുവേ ബുള്ളറ്റിന് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് എന്താ പറയുക, നമ്മളിങ്ങനെ കൊടുത്ത് റേസ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് റേസ് ചെയ്യണം എന്നല്ല പറയുന്നത്, ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കാനാണ് പറയുന്നത്. ബുള്ളറ്റിൻ്റെ അങ്ങനെയാണ് പോകേണ്ടതെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ത്രോട്ടിലിൻ്റെ ഇത് ഞാൻ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ കൊടുത്തിങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കുറേ ദൂരം, ഒരു 10-15 കിലോമീറ്ററൊക്കെ അങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് പോകുന്നൊരു ശീലം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ശീലം ഞാൻ മാറ്റി നോക്കി. ഞാൻ മാക്സിമം എന്താ പറയുക, നമ്മളിങ്ങനെ പമ്പ് ചെയ്ത് കൊടുക്കാൻ നോക്കി കേട്ടോ. ഇടയിൽ ഓരോ ഇൻ്റർവെല്ലിൽ നമ്മളിങ്ങനെ പമ്പ് ചെയ്യുക. അപ്പോൾ അതെന്ത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ എഞ്ചിനും ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ. എഞ്ചിനും എന്താ പറയുക, ആ ഒരു ബ്ലോക്കേജോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാതെ തന്നെ നന്നായിട്ട് പമ്പ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു വണ്ടി. അപ്പോൾ അതൊരു ഫാക്ടറാണ്. നന്നായിട്ട് തന്നെ എനിക്കതിൽ വ്യത്യാസം തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, പിന്നെ 2, 3 അങ്ങനെ 3 ഇതാണ് ഞാൻ കണ്ടുപിടിച്ചത്. അതിൽ നിന്ന് എനിക്ക് നന്നായിട്ട് തന്നെ മാറി കിട്ടി. അപ്പോൾ ഈ 2, 3 എന്ന് പറയുന്നത് രണ്ടുള്ളത് കേബിൾസിൻ്റെ പ്രശ്നങ്ങളാണ് കേട്ടോ. അപ്പോൾ ചില കേബിൾസ് ഉണ്ട് ഇതിൽ, ഞാൻ കാണിച്ചു തരാം. അതിൽ ഫസ്റ്റത്തെ എന്ന് പറയുന്നത് കാർബറേറ്റർ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കേബിൾ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ കാർബറേറ്ററിലേക്ക് പോകുന്ന ഈ ഒരു ട്യൂബ് ഉണ്ട് കണ്ടോ. ഈ ഒരു ട്യൂബ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അതായത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇതിൻ്റെ ഇടയിൽ വല്ല ബ്ലോക്കേജ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് ഇടയ്ക്ക് ഒന്ന് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പെട്ട് കിടക്കുകയാണെന്ന് വയ്ക്കുക, നിങ്ങൾ എല്ലാം ട്രൈ ചെയ്തു ഏകദേശം, എന്നിട്ടും വണ്ടി സ്റ്റാർട്ട് ആവില്ല എന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഈ ട്യൂബ് അങ്ങോട്ട് വലിച്ചെടുക്കുക. കാരണം വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ച് പെട്രോൾ പോകാൻ ചാൻസ് ഉണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല. ഇതിനുള്ളിൽ വല്ല ബ്ലോക്കേജും ഉണ്ടെങ്കിൽ അത് ശരിയാവുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ട്യൂബ് വൃത്തിയായിട്ട് എപ്പോഴും സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ട്യൂബ് ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന പണി കിട്ടുന്നതായിരിക്കും. പിന്നെ വേറെ ലാസ്റ്റത്തെ എനിക്കൊന്ന് പറയാനുള്ളത് വേറൊരു സംഭവമാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ലോങ് റൈഡ് പോകുന്നതിനുള്ളിൽ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒന്ന് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള സർവീസ് സെൻറ്ററിൽ എന്തായാലും കയറ്റി കേട്ടോ. നല്ല ലോങ് റൈഡ് പോകുമ്പോഴാണ് ഞാൻ പറയുന്നത്, ഷോർട്ട് റൈഡിന് ആവശ്യമില്ല. ലോങ് റൈഡൊക്കെ പോകുമ്പോൾ ഒന്ന് സർവീസ് ചെയ്തിട്ട് ആവശ്യമുള്ള എല്ലാ ചെക്കപ്സും നടത്തുക. കേബിൾസ് ആയിക്കോട്ടെ, ബാക്കി എല്ലാം തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക. അതിന് ശേഷം ഒരു കാര്യം, നിങ്ങൾ ഈ മിസ്സിംഗ് പ്രോബ്ലം ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് മെയിൻ സംഭവമാണ് കേട്ടോ, നമ്മുടെ ഈ ഇതുണ്ടല്ലോ, നമ്മുടെ ഈ സീറ്റ് അവരോടൊന്ന് അഴിപ്പിക്കുക. നിങ്ങളും വേണമെങ്കിൽ അടുത്ത് നിന്നോളൂ. എന്നിട്ട് ഈ സീറ്റ് അഴിപ്പിക്കുക. സീറ്റ് അഴിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉള്ളിലൂടെ ആയിട്ട് ഒരു ട്യൂബ് പോകുന്നതാണ് കേട്ടോ. ഇതിനുള്ളിലൂടെ ഒരു ട്യൂബ് പോകുന്നുണ്ടാവും. ആ ട്യൂബ് നന്നായിട്ട് ചിലപ്പോൾ മടങ്ങിയിട്ടൊക്കെ കിടക്കുന്നുണ്ടാവും. ആ മടങ്ങി കിടക്കുന്ന ട്യൂബ് കാരണമായിരിക്കും മെയിനായിട്ട് ഇഷ്യൂ വരുന്നത്. എനിക്ക് മെയിനായിട്ട് ഫേസ് ചെയ്ത ആ ഒരു ട്യൂബിൻ്റെ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്യൂബ് അവരോട് പറഞ്ഞിട്ട് നേരെ സ്ട്രൈറ്റ് ആക്കി മടവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചെയ്തതിന് ശേഷമാണെന്ന് തോന്നുന്നു എനിക്ക് പിന്നെ ഈ ഒരു മിസ്സിംഗ് പ്രോബ്ലം എന്ന് പറയുന്ന ഒരു സംഭവം അതിനുശേഷം ഞാൻ പിന്നെ ഫേസ് ചെയ്തിട്ടേ ഇല്ല കേട്ടോ. അപ്പോൾ എൻ്റെ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ മെയിനായിട്ട് ഈ 2 ട്യൂബ്സ് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ സാധാരണ പെട്രോൾ അടിക്കുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പക്ഷെ അത് പെട്രോൾ അടിക്കുമ്പോൾ നല്ല പെട്രോൾ പമ്പിൽ നിന്ന് മാത്രം അടിക്കുക, ഒരേ പെട്രോൾ പമ്പിൽ നിന്ന് അടിക്കുക, മാറ്റി അടിക്കാതിരിക്കുക. പക്ഷെ അത് ചെയ്തിട്ടും എനിക്ക് മാറ്റമൊന്നും വന്നില്ല. പക്ഷെ നമ്മളത് ചെയ്യുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല കേട്ടോ, അത് ഭയങ്കര നല്ലതാണ്. കാരണം നമ്മൾ മാറ്റി അടിക്കുന്നതിനേക്കാളും ഒരേ പെട്രോൾ പമ്പിൽ നിന്ന് അടിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഈ മിസ്സിംഗ് പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയത് ഒന്ന് ത്രോട്ടിലിൻ്റെ കാര്യം, അതായത് ത്രോട്ടിൽ എപ്പോഴും പമ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ 2 ട്യൂബ്സ് ഉണ്ടല്ലോ, ഒന്ന് നമ്മുടെ കാർബറേറ്ററിൻ്റെ അടുത്തുള്ള ട്യൂബ്, പിന്നെ ഒന്ന് ഈ സീറ്റിൻ്റെ അടിയിലുള്ള ട്യൂബ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലോങ് റൈഡ്സ് ഒക്കെ പോകുമ്പോൾ മിസ്സിംഗ് പ്രോബ്ലം ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. പിന്നെ ഈ മിസ്സിംഗ് പ്രോബ്ലം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അധികം പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. കാരണം ഞാൻ ഒരു റൈഡിലും ഞാൻ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല, വലിയ പണിയൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാവുന്നത് നമ്മുടെ എന്താ പറയുക സ്പോക്കറ്റിൻ്റെ ഒരു ഇഷ്യൂ ആണ് കേട്ടോ. സ്പോക്കറ്റ് അടി വരുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഞാൻ ഈ വണ്ടി അതൊക്കെ നമ്മൾ നോക്കുന്ന പോലെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഈ വണ്ടിയിൽ സ്പോക്കറ്റ് ചേഞ്ച് ചെയ്തത് വണ്ടി എടുത്ത് ഏകദേശം 3.25 കൊല്ലത്തിനൊക്കെ ശേഷമാണ് കേട്ടോ. കാരണം അത്രയും ഞാൻ ഓടി, ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ സമയത്തിന് കറക്റ്റായിട്ട് മെയിൻ്റനൻസിന് വിടുക, കാരണം ഒന്ന് സർവീസിന് വിടുക. അപ്പോൾ കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും വരില്ല കേട്ടോ. അപ്പോൾ സ്പോക്കറ്റൊക്കെ വേണമെങ്കിൽ പറയാമെന്നേ ഉള്ളൂ, കാരണം അത്രയ്ക്ക് പ്രശ്നക്കാരനൊന്നുമല്ല സ്പോക്കറ്റിൻ്റെ ഇതൊക്കെ. ഞാൻ പക്ഷേ കുറേ പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, നമ്മുടെ ഇപ്പോൾ ക്ലാസിക് ആയിക്കോട്ടെ, ക്ലാസിക് എടുത്തവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്
സ്പോക്കറ്റ് പെട്ടെന്ന് അടി വീണു അല്ലെങ്കിൽ സ്പോക്കറ്റ് മാറ്റേണ്ടി വന്നു എന്നൊക്കെ. പക്ഷേ അതൊക്കെ നമ്മുടെ കയ്യിലിരിപ്പ് മാറി ഇരിക്കും കേട്ടോ. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ എപ്പോഴും കേബിൾസൊക്കെ ഒന്ന് കയ്യിൽ വയ്ക്കുക. നിങ്ങൾ ലോങ് റൈഡ് പോകുന്ന സമയത്ത് ഇതിൻ്റെ ഇപ്പോൾ ക്ലച്ച് കേബിൾ അങ്ങനത്തെ കേബിൾസ് കാര്യങ്ങളൊക്കെ ഒന്ന് കയ്യിലെടുത്ത് വയ്ക്കുക. കാരണം എപ്പോഴാണ് ഇത് പോകാമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് ദൈവം സഹായിച്ച് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ഇതൊന്നും എപ്പോഴാണ് കേടുവരാമെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പ്രത്യേകിച്ച് റോയൽ എൻഫീൽഡാണ് ബൈക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കേബിൾസ് കൂടെ നിങ്ങൾ കയ്യിലെടുത്ത് വയ്ക്കുക. കാരണം ലോങ് റൈഡ് പോകുമ്പോൾ അതൊക്കെ അത്യാവശ്യമാണ്. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ എന്തായാലും സാറ്റിസ്ഫൈഡ് ആണ് ഈ വണ്ടി വെച്ചിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു റോയൽ എൻഫീൽഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇതുപോലെ ഇഷ്യൂസ് ഫേസ് ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്തൊക്കെയാണ് ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് എടുക്കുന്നതെന്നുള്ളത് കൂടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കാണുന്നവർക്കും അത് വായിച്ചു കഴിഞ്ഞാൽ അവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ഈ വീഡിയോ നിർത്താൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു കിടിലൻ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം തന്നെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.